ഹലോ ഫ്രണ്ട്സ്, ഹോട്ടൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ജോലി തിരക്കാരനാണ്, എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ജെലിനോസ് ഗരാജിൻ്റെ ഡയോറാമ സെറ്റാണ്. ജെലിനോ അമേരിക്കയിലൊരു കാർ കളക്ടറാണ്. പുള്ളിയുടെ ഇഷ്ടംപോലെ കാറുകളുണ്ട്. അപ്പോൾ അതിൽ പുള്ളിയുടെ കളക്ഷനിലെ കുറച്ച് വണ്ടികളുടെ ഡൈകാസ്റ്റ് മോഡൽസാണ് ഇതൊക്കെ. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. 1955 മെഴ്സിഡീസ് ബെൻസ് ബ്ലൗസ് വണ്ടർ, അത് ട്രക്കാണെന്നാണ് തോന്നുന്നത്. പിന്നെ ജെലിനോസ് ടാങ്ക് കാർ, ഈ വണ്ടി ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ. അടിപൊളി വണ്ടിയാണിത്. പിന്നെ 2017 ഫോർഡ് GT, പിന്നെ ഫോർഡ് ഷെൽബി GT 350R, നമ്മുടെ മസ്താങ്ങിൻ്റെ പവർ കൂടിയ വേർഷനാണ്. ഓക്കെ, ഇപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഇതാണ് എൻ്റെ ശരിക്കുള്ള ലുക്ക്. ഡയോറാമ സെറ്റ് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, നമുക്ക് ഓരോരോ വണ്ടികൾ പുറത്തോട്ടെടുക്കാം. ആദ്യം ഷെൽബി. മസ്താങ് ഷെൽബി GTR. ഇതിൻ്റെ വേറെ കളറിലെ കാസ്റ്റിംഗ് ഉണ്ട്. വേറെ കളറിലെ കാസ്റ്റിംഗ് ഉണ്ട്, അത് അൺബോക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, നൈസ് വൈറ്റ് കളറും ഈ ബ്ലൂ GT സ്ട്രൈപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്തോ GT എന്നെന്തോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീൽസും കൊള്ളാം. സാധനമൊക്കെ പിന്നെ കളയാം. ഓക്കെ, വേറെന്താ, ബാക്കിലും നല്ല കിടലൻ ഡീറ്റെയിൽസാണ്. ടെയിൽ ലൈറ്റും ക്വാഡ് എക്സോസ്റ്റാണ്. നല്ലൊരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഫോർഡ് GT പുറത്തോട്ടെടുക്കാം. ചാടി. നൈസ് ബ്ലാക്ക് കളർ. എനിക്കെൻ്റെ ആദ്യം നോട്ടത്തിൽ തന്നെ എൻ്റെ വീൽസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ വണ്ടിക്ക് ഒട്ടും ചേരുന്നില്ല. മസിൽ കാസിൻ്റെ ഒക്കെ പോലത്തെ വീല്. ഇതിൽ വേറൊരു ഫോർഡ് GT ഉണ്ട്, ഹോട്ട് വീൽസിൻ്റെ തന്നെ. ഇത് ഫോർഡ് GT അല്ലേ? ഇതും ഫോർഡ് GT ആണ്. സ്പീഡ് റേസേഴ്സ് എന്ന് പറഞ്ഞ സെറ്റിലായിരുന്നു. ഇതിൽ പ്ലാസ്റ്റിക് വീൽസാണ്, ട്രാക്കിൽ കൂടെ സ്പീഡിൽ പോകാനായിട്ട്. രണ്ട് വണ്ടിയും സൈഡ് ബൈ സൈഡ്. ഫ്രണ്ടിൽ ഫോർഡിൻ്റെ ലോഗോ ഉണ്ട്. വേറെന്താ, ബാക്കും നൈസാണ്, ഫെറാറി പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ബാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എൻജിനൊക്കെ കാണാം. ഓക്കെ, ഹെഡ്ലൈറ്റൊക്കെ നൈസ് ഡീറ്റെയിൽസാണ്. ഇനി അടുത്ത രണ്ട് വണ്ടി, ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ സെറ്റ് ഫുള്ളായിട്ട് മേടിച്ചത്. മറ്റേ വണ്ടികൾ ഫോർഡ് GT ഒക്കെ
എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ടാങ്ക് വണ്ടി സൂപ്പറാണ്. യെസ് മോനെ ശരിക്കും മിസൈൽ പോലെയാണ് ഇരിക്കുന്നത്. മിസൈലല്ല, വേണമെങ്കിൽ ട്രെയിൻ എന്ന് പറയാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ ഒരു മുഖച്ഛായ. ഇതിൽ ഈ വണ്ടിക്കിടെ പ്രത്യേകത ഇതിലെന്തോ കുറേ സിലിണ്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നു 16 അങ്ങനെ എന്തോ ഭയങ്കര വലിയ കുറേ സിലിണ്ടേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് എക്സോസ്റ്റ് പോണ കാണാം സിലിണ്ടറിൻ്റെ കൂടെയൊക്കെ. ഹോട്ട് റോഡ് ടൈപ്പ് വണ്ടിയാണ്. സ്റ്റിയറിങ്ങും കോക്പിറ്റൊക്കെ കാണാം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൊള്ളാം. സീറ്റും നല്ല സിൽവർ കളറാണ്. വീൽസും കൊള്ളാം, ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കുള്ള ആ വണ്ടിയിലുള്ള പോലത്തെ തന്നെ വീൽസാന്ന് തോന്നുന്നു. അടിപൊളി. ഹെഡ്ലൈറ്റ് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തേക്കണത്. ഹെഡ്ലൈറ്റാണോ? അത് ഹെഡ്ലൈറ്റാന്ന് തോന്നുന്നു. നൈസ്. ഏതായാലും നല്ലൊരു കളക്ടേഴ്സ് വണ്ടിയാണത്. ഇനി നമുക്ക് അവസാനത്തെ വണ്ടി പുറത്തോട്ട് എടുക്കാം. എന്ത് വണ്ടിയാന്ന് പോലും കണ്ടിട്ട് മനസ്സിലാവണില്ല. ആമ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലും വണ്ടി വയ്ക്കാനുള്ള ട്രേ ആണെന്ന് തോന്നുന്നത്. യെസ്, വണ്ടി വയ്ക്കാനുള്ള ട്രേ ആണ്. ഇതിൻ്റെ അടിയിൽ കൂടെ സ്റ്റെപ്പിനിയാന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും ടയറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ശരിക്കും നമ്മുടെ പണ്ടത്തെ KSRTC ബസ്സിൻ്റെ ഒക്കെ പോലെയുണ്ട്. കൊള്ളാം. ഇതൊരു വെറൈറ്റി വണ്ടിയാണ്. ഏതായാലും മെർസിഡീസിൻ്റെ. നമുക്കിപ്പോൾ ഇതിനകത്ത് വണ്ടിയൊക്കെ വെച്ച് ഷോട്ട്സൊക്കെ എടുക്കാം. വേറെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നൈസ് ഡീറ്റെയിൽസാണ്. മെർസിഡീസിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്, കാണുന്നുണ്ടാവും. സൂം ഓക്കെ അത്ര ഉള്ളൂ. ഇതിൽ വേറെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടോയെന്ന് അറിയില്ല. തുറക്കാൻ വല്ലതും പറ്റുമെന്ന് അറിയില്ല. ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ കുറച്ച് ഷോർട്സ് കൊണ്ട് എടുത്ത് നോക്കാം.